ദൈവത്തിന് സ്തോത്രം. പ്രഭാതമന്നയിലൂടെ ദൈവിക അനുഗ്രഹങ്ങളും വിടുതലുകളും പ്രാപിക്കുവാൻ ഏവരെയും കർത്താവ് ബലപ്പെടുത്തട്ടെ. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 18-19 വാക്യങ്ങൾ വായിക്കുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ 2 വാക്യങ്ങൾക്കകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യന്മാരോട് തന്നെ ആശ്രയിച്ച് മുൻപിലേക്ക് പോകുന്നവരോട് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ആലോചനയാണ് ഈ പ്രഭാതത്തിൽ നാം വായിച്ചു കേട്ടത്. നിശ്ചയമായിട്ടും ഈ വചനത്തിൻ്റെ നന്മകൾ ഈ പ്രഭാതത്തിലും പ്രാപിക്കുവാൻ നമ്മെ ബലപ്പെടുത്തട്ടെ. എൻ്റെ ഒന്നാമത്തെ കാര്യം യേശു പറയുകയാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ആമേൻ. നമുക്കറിയാം, ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, എനിക്ക് ആരുമില്ല, എന്നെ സ്നേഹിക്കുവാൻ ആരുമില്ല, എന്നെ കരുതുവാൻ, എന്നെ പ്രോത്സാഹിപ്പിക്കുവാൻ ആരുമില്ല എന്നുള്ള ചിന്തയാണ്. എന്നാൽ അത്തരത്തിലുള്ള സകല ചിന്തകൾക്കും വിരാമം കുറിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് പറയുകയാ, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. ആരുമില്ല, ഒറ്റപ്പെട്ടു പോയി, ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികളൊക്കെ ഉണ്ടെന്ന് ഭാരത്തോടെ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ തിരുവചനം നെഞ്ചോട് ചേർത്തിട്ട് ധൈര്യപ്പെടാമോ? അനാഥരായി വിടാത്ത വലിയ കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊരു നാഥനുണ്ട്. യേശു പറയുകയാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ആമേൻ. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, തിരുവചനത്തിനകത്ത് നമുക്ക് ധൈര്യപ്പെടാമോ? ജീവിതത്തിൻ്റെ എല്ലാ കാലങ്ങളിലും നാഥനായി കൂടെയിരിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഈ പ്രഭാതത്തിൽ സ്വർഗം കൃപ ചെയ്യട്ടെ. രണ്ടാമത്തെ കാര്യം ആ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, ഞാൻ നിങ്ങളുടെ അടുക്കെ വരും. ആമേൻ. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും, എത്ര കടുകട്ടിയായ പ്രതിസന്ധികളുടെ നടുവിലും, എത്ര വലിയ ശോധനകളുടെ നടുവിലും, ഏതെല്ലാം ആവശ്യങ്ങൾ മുൻപിലുണ്ടെങ്കിലും അടുക്കൽ വരാമെന്ന് പറയുന്ന കർത്താവിൻ്റെ ശബ്ദമാണ് ഈ വാക്യത്തിനകത്ത് നമുക്ക് കാണുവാനായി കഴിയുന്നത്. തിരുവചനം വായിക്കുമ്പോൾ ദൈവവചനം പറയുന്നത്, പൊട്ടക്കിണറ്റിനകത്തും കൽത്തുറങ്കലിനകത്തും പത്മോസിന്റെ ഏകാന്തതയിലും മാത്രമല്ല, രാത്രിയുടെ 4-ാം യാമത്തിൽ തിര തല്ലി പടകിനകത്ത് കയറുമ്പോൾ ആകുല ചിത്തരായി എന്തു ചെയ്യണമെന്നറിയാതെ പ്രാണഭയത്തിൽ ശിഷ്യന്മാർ വലഞ്ഞിരിക്കുമ്പോൾ, ഹൃദയം വേദന കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ, തിരമാലകളുടെ മീതെ നടന്ന് അടുക്കൽ വരുന്ന കർത്താവിനെ കാണുവാനായി കഴിയും. മാത്രമല്ല, തിരുവചനം വായിക്കുമ്പോൾ യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ച് ശിഷ്യന്മാരിയ്ക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന് നിൽക്കുന്ന കർത്താവിനെ ദർശിക്കുവാനായി കഴിയും. പ്രിയരെ, പ്രതികൂലങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും ഭാരങ്ങളിലൂടെയും കടന്നു പോകുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ, രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. നിങ്ങളുടെ അടുക്കലേക്ക് വരുവാൻ, കൈക്ക് പിടിക്കുവാൻ,
ബലപ്പെടുത്തുവാൻ, ധൈര്യപ്പെടുത്തുവാൻ, സ്നേഹം പകർന്നു തരുവാൻ, എഴുന്നേൽപ്പിക്കുവാൻ ഈ ലോകത്തിൽ ആരുമില്ല എങ്കിലും ഏത് പ്രതിസന്ധികളുടെ നടുവിലും അടുക്കൽ വരുന്ന കർത്താവിൻ്റെ മഹത്വമേറിയ സാന്നിധ്യം അനുഭവിക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. ഒന്നാമത് കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല, നിങ്ങളുടെ നാഥനായി ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഈ ലോകയാത്രയിൽ ഞാൻ സ്വർഗത്തിലും നിങ്ങൾ ഭൂമിയിലുമായിരിക്കത്തില്ല, നിങ്ങൾ എവിടെ ആയിരിക്കുന്നുവോ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ വരാമെന്ന്. മൂന്നാമത്തെ കാര്യം തിരുവചനം പറയുന്നത്, നിങ്ങൾ എന്നെ കാണും. വഴുവഴുപ്പുള്ള ജീവിത സാഹചര്യങ്ങളിൽ, അന്ധകാര നിബിഡമായ ജീവിത വഴിയാത്രയിൽ ഒന്നിനു പിറകെ ഒന്നായി പ്രതികൂലങ്ങളും പ്രതിസന്ധികളും തലവെക്കുമ്പോൾ കൂട്ടുകാരും വീട്ടുകാരും കൂടെ നടന്നവരും സ്നേഹിച്ചവരുമെല്ലാം ഓടി അകലുമ്പോൾ യേശു പറയുകയാ, നിങ്ങൾ എന്നെ കാണും. പ്രിയരെ, ഇതിനേക്കാൾ വലിയൊരു വാഗ്ദത്തം തിരുവചനത്തിനകത്തില്ല. നിങ്ങൾ എന്നെ കാണുമെന്ന്. അനുദിന ജീവിതത്തിൽ അത് അനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആരാധനയുടെ നടുവിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും യേശുവിനെ കാണുവാൻ നമ്മുടെ തുടർന്നുള്ള ജീവിതം മുഖാന്തരമായി തീരട്ടെ. അതിനായി ദൈവം നമ്മെ ഒരുക്കട്ടെ. അവസാനത്തെ പദം എഴുതി അവസാനിപ്പിക്കുകയാണ്, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. യേശു പറഞ്ഞത് പീലാത്തോസിനും ഹെരോദാവിനും ഹയ്യപ്പാവിനും ഒന്നും അല്ല, റോമാ പടയാളികൾക്കുമൊന്നും എന്നെ തീർത്ത് കളയുവാൻ കഴിഞ്ഞില്ല. പീലാത്തോസിൻ്റെ ഇമ്പീരിയൽ മുദ്രയെ പൊട്ടിച്ചെറിഞ്ഞ് പടയാളികളെ മയക്കി കിടത്തി കല്ലുരുട്ടി മാറ്റി കല്ലറയിൽ നിന്ന് ജീവനോടെ ഞാൻ പുറത്തു വന്നു, ഞാൻ ജീവിച്ചിരിക്കുന്നു. യേശു പറഞ്ഞതാ, ഞാൻ ജീവിച്ചിരിക്കുന്നു. 1000 പ്രാവശ്യം സ്തോത്രം പറയുവാൻ ആ വാക്കുകൾക്കകത്ത് നമുക്ക് ബലം ലഭിക്കട്ടെ. യേശു ജീവിച്ചിരിക്കുന്നു. ലോകം കണ്ട എല്ലാ മഹാന്മാരും അസ്തമിച്ചു പോയപ്പോൾ ഒന്നിനും തകർത്ത് കളയുവാൻ കഴിയാതെ യേശു ഇന്നും ജീവിച്ചിരിക്കുന്നു. യേശു പറയുകയാ, ഞാൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ജീവിക്കാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് പോരാടുന്ന പോരാട്ടങ്ങളുണ്ടെങ്കിൽ ഈ തിരുവചനം ഹൃദയം കൊണ്ട് ഏറ്റെടുത്ത് ആശ്വാസവും വിടുതലും പ്രാപിക്കുവാൻ കഴിയുമോ? ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. പ്രിയരെ, ബലമുള്ള കർത്താവിൻ്റെ കരം പുതിയ നിയമസഭയ്ക്ക് അനുകൂലമായി നീട്ടുന്നത് കൊണ്ട് ഇന്ന് പകൽ കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ജീവിതം പകുതി വഴിയിൽ അവസാനിപ്പിക്കുമെന്നല്ല, ജീവിതത്തിൻ്റെ നന്മകൾ തടയപ്പെടുമെന്നല്ല, മുൻപിലേക്ക് പോകാൻ പിശാച് അനുവദിക്കത്തില്ല എന്നല്ല ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. യേശു പറഞ്ഞു, ഞാൻ ജീവിക്കുകയാ. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഉറപ്പോടെ ഇന്ന് പകൽ പറയാം, യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒന്നിനു പിറകെ ഒന്നായി ആഞ്ഞടിച്ച് പ്രതികൂലങ്ങൾ സൃഷ്ടിച്ചാലും തിരുവചനം വിശ്വസിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യാം. 2 വാക്യങ്ങൾക്കകത്ത് ഒരായുസ് മുഴുവനും ആശ്വാസം പ്രാപിക്കുവാൻ കഴിയുന്ന 4 കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1, യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. എത്ര അർത്ഥവത്തായ വാക്യമാണ്. 2, നിങ്ങളുടെ അടുക്കൽ ഞാൻ വരും. 3-ാമത്തെ കാര്യം, ഞാൻ വന്നിട്ട് ആരും അറിയാത്തതുപോലെ പോകുമെന്നല്ല, നിങ്ങൾ എന്നെ കാണും. 4-ാമത്തെ കാര്യം, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും.
അങ്ങനെയാണെങ്കിൽ ഈ നല്ല പ്രഭാതത്തിൽ ബലമുള്ള കർത്താവിൻ്റെ പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? പ്രാർത്ഥിക്കാം ദൈവത്തോട്. ഇതൊരനുഗ്രഹത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും ദൈവപ്രവർത്തിയുടെയും മണിക്കൂറുകളായി തീരട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്വപിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കും. കരുണയുള്ള കരങ്ങളിൽ താങ്ങും, നന്മകളെ കൊടുക്കും. വലിയ ദൈവപ്രവൃത്തികൾ വെളിപ്പെടും. കർത്താവ് കൂടെയിരിക്കും. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. പ്രഭാതമന്ന നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും മറ്റുള്ളവർക്കും ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അവരും തിരുവചനം കേട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ, ആമേൻ.